ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ വിജയം. 7 വിക്കറ്റിനാണ് ജയമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ കുമാർ ചേരുന്നുണ്ട്. നിഖിൽ, ഇന്ത്യയോട് തകർന്ന് തരിപ്പണമാവുകയല്ലേ പാകിസ്ഥാൻ? തീർച്ചയായും വിഷ്ണു, 7 വിക്കറ്റിന്റെ തകർപ്പൻ ജയം തന്നെ ഭാരതം സ്വന്തമാക്കിയിരിക്കുന്നു പാകിസ്ഥാനെതിരെ എന്നുള്ളതാണ്. ഏഷ്യ കപ്പിൽ ഭാരതത്തിന്റെ ഒരു തകർപ്പൻ ജയം തന്നെ എന്ന് പറയാൻ സാധിക്കും. 7 വിക്കറ്റിന്റെ പാകിസ്ഥാനെ തകർത്തിരിക്കുന്നു. പാകിസ്ഥാൻ ഉയർത്തിയ 128 റൺസ് വിജയലക്ഷ്യം അനായാസത്തിൽ 16ാമത്തെ ഓവറിൽ 15.5 ഓവറിൽ, അതായത് 16ാം ഓവറിൽ ഭാരതം മറികടക്കുകയായിരുന്നു. 3 വിക്കറ്റ് നഷ്ടത്തിൽ ഭാരതം ഈ ഒരു വിജയലക്ഷ്യം മറികടക്കുന്ന കാഴ്ച എന്തായാലും കാണാൻ സാധിച്ചു. ഭാരതത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് നായകൻ സൂര്യകുമാർ യാദവാണ്. 47 റൺസ്, 37 പന്തിൽ നിന്നും 47 റൺസ് എടുത്ത നായകൻ സൂര്യകുമാർ യാദവിന്റെ പ്രകടനം. അതോടൊപ്പം തന്നെ 13 പന്തിൽ 31 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയുടെയും തിലക് വർമ്മയുടെയും 31 റൺസ് എടുത്ത തിലക് വർമ്മയുടെയും പ്രകടനങ്ങളാണ് ഭാരതത്തിന് ഒരു അനായാസ ജയം തന്നെ സ്വന്തമാക്കാനായി സാധിച്ചത്. നേരത്തെ ബൗളിങ്ങിലും ഇന്ത്യ കണിശതയാർന്ന ബൗളിംഗ് പ്രകടനം, അത് ഇന്ത്യയുടെ വിജയത്തിൽ, ഭാരതത്തിന്റെ വിജയത്തിൽ നിർണായകമായി എന്ന് തന്നെ പറയാൻ സാധിക്കും. 127 എന്ന താരതമ്യേന ചെറിയ സ്കോറിലേക്ക് ഭാരതം പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുന്ന ഒരു കാഴ്ച നമുക്ക് എന്തായാലും കാണാൻ സാധിച്ചു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാൻ ടോസ് നേടി ബാറ്റിംഗ് ചെയ്യാനിറങ്ങിയ പാകിസ്ഥാൻ ആവട്ടെ 127 റൺസ്, 9 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവറിൽ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിലാണ് 127 റൺസ് എടുത്തത്. ഭാരതത്തിന് വേണ്ടി മികച്ച ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ച കുൽദീപ് യാദവ്, അക്ഷർ പട്ടേലും ബുംറയും ഹർദിക് പാണ്ഡ്യയും ചേർന്നാണ് എന്തായാലും ഈ ഒരു ചെറിയ സ്കോറിലേക്ക് പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കിയത്. 127 റൺസ് എന്നുള്ള സ്കോറിലേക്ക് വരിഞ്ഞു മുറുക്കിയത്. അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ് 3 വിക്കറ്റുകൾ, 4 ഓവറിൽ 18 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റുകളാണ് കുൽദീപ് യാദവ് വീഴ്ത്തിയത്. അക്ഷർ പട്ടേലിലേക്ക് വന്നാൽ 4 ഓവറിൽ 18 റൺസ് വഴങ്ങി 2 വിക്കറ്റുകൾ അക്ഷർ പട്ടേൽ സ്വന്തമാക്കുന്ന കാഴ്ച. ജസ്പ്രീത് ബുംറ 4 ഓവർ 28 റൺസ് വഴങ്ങി 2 വിക്കറ്റുകൾ സ്വന്തമാക്കി. ഹാർദിക് പാണ്ഡ്യയും ഒപ്പം വരുൺ ചക്രവർത്തിയും ഓരോ വിക്കറ്റുകളും വീഴ്ത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതാണ് ബൗളിംഗിലെ പ്രകടനമെങ്കിൽ ബാറ്റിംഗിലേക്ക് വന്നാൽ ബാറ്റിംഗിന്റെ തുടക്കത്തിൽ മുതൽ തന്നെ കൃത്യമായ മേൽക്കൈ ഇന്ത്യൻ ബാറ്റർമാർ, ഭാരതത്തിന്റെ ബാറ്റർമാർ പാകിസ്ഥാന് മേൽ ചുമത്തി എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഗംഭീരമായൊരു തുടക്കമാണ് അഭിഷേക് ശർമ്മ നൽകിയത്. 13 പന്തിൽ 31 റൺസ്, ആദ്യ ഓവറുകളിൽ തകർപ്പനടി എന്ന് തന്നെ പറയാൻ സാധിക്കും. ആദ്യ 3 ഓവറിൽ സ്കോർ, 4 ഓവറിൽ 40ലേക്കൊക്കെ സ്കോർ എത്തുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ആ അടിത്തറ തന്നെയാണ് അവസാന ഓവറിലേക്ക് വന്നപ്പോൾ വളരെ അനായാസമായ ഒരു ജയം തന്നെ ഭാരതത്തിന് നേടാൻ സഹായിച്ചത് ഈ ഒരു പ്രകടനം തന്നെയാണ്. അപ്പം തുടക്കത്തിൽ തന്നെ 7 പന്തിൽ 10 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലിനെ നഷ്ടമായെങ്കിലും പിന്നീട് ക്രീസിൽ എത്തിയ നായകൻ സൂര്യകുമാർ യാദവ് കരുതലോടെ മികച്ച പ്രകടനം കഴിച്ചു. കരുതലോടെ ബാറ്റ് ചെയ്ത സൂര്യകുമാർ യാദവ് 37 പന്തിൽ 47 റൺസ് എടുത്ത് പുറത്താവാതെ നിൽക്കുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു. ഒപ്പം പിന്നെടുത്തിയ തിലക് വർമ്മയും ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു. 31 റൺസ് എടുത്തു. അവസാനം എത്തിയ ശിവം ദുബെയെ കൂട്ടുപിടിച്ചുകൊണ്ട് നായകൻ സൂര്യകുമാർ യാദവ് ഭാരതത്തിനെ ഒരു അനായാസ വിജയത്തിലേക്ക് നയിക്കുന്ന കാഴ്ചയാണ് എന്തായാലും നമുക്ക് കാണാൻ സാധിച്ചത്. വിഷ്ണു, നിഖിൽ, നമുക്കറിയാം ഒരുപക്ഷെ ഈ ഒരു മത്സരം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന മത്സരമാണ്. ഒരുപക്ഷെ നമുക്കറിയാം തുടക്കത്തിൽ തന്നെ ഒരു തുടക്കത്തോടെ ഭാരതം ഏഷ്യ കപ്പിലേക്ക് ചുവടുവെച്ചു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ 2ാം ജയം, അതും പാകിസ്ഥാനെതിരെ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യം ഒക്കെ തന്നെയും നോക്കുകയാണെങ്കിൽ ഭാരത ടീമിൻ്റെ ഒരു മികച്ച പ്രകടനം തുടക്കം മുതൽ ഒരുപക്ഷെ ഈ ഒരു സാഹചര്യം വരെയുള്ള ആ ഒരു പ്രകടനം തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇനിയുള്ള മത്സരങ്ങൾ എങ്ങനെയാണ്? ഒരുപക്ഷെ ഈ ഒരു ജയം തന്നെയല്ലേ ഇനിയുള്ള അടുത്ത മത്സരങ്ങൾക്ക് ഭാരതത്തിന് കരുത്താകുന്നത്? തീർച്ചയായും വിഷ്ണു, ബാറ്റിങ്ങിലും ബൗളിങ്ങിലും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്ന താരങ്ങൾ അത് തന്നെയാണ് ഭാരതത്തിന് ഏറ്റവും വലിയ കരുത്ത്. ഒരു പ്രകടനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഭിഷേക് ശർമ്മയുടെ പ്രകടനത്തിലേക്ക് വരാം. ഈ മത്സരത്തിൽ 13 പന്തിൽ 31 റൺസ് എടുത്ത അഭിഷേക് ശർമ്മ ആദ്യ മത്സരത്തിൽ 16 പന്തിൽ 30 റൺസാണ് നേടിയത്. അതായത് തുടർച്ചയായി മികച്ച പ്രകടനം ഓപ്പണിംഗിൽ കാഴ്ചവെക്കുന്ന അഭിഷേക് ശർമ്മയുടെ പ്രകടനം തന്നെയാണ് ടീമിന്റെ ബാറ്റിങ്ങിലെ ഏറ്റവും വലിയ കരുത്ത്. ഒപ്പം തന്നെ ശുഭ്മാൻ ഗില്ലും സൂര്യകുമാർ യാദവ് അടക്കമുള്ളവർ മികച്ച ഫോമിൽ തുടരുന്നത് ടീമിന്റെ ഭാരതത്തിന് വലിയ കരുത്താണുള്ളത്. ഒപ്പം ബൗളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യ മത്സരത്തിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച കുൽദീപ് യാദവ് ഇന്നും 3 വിക്കറ്റുകൾ സ്വന്തമാക്കുന്നു. പാകിസ്ഥാൻ ബാറ്റിംഗിന്റെ നട്ടലൊടിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഇതുതന്നെയാണ് ടീം ഭാരതത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. അതായത് ഒരേപോലെ തന്നെ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ടീം, അതുതന്നെയാണ് ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. അപ്പം മലയാളികൾക്കൊക്കെ നിരാശ, സഞ്ജു സാംസൺ ബാറ്റിംഗിന് ഇറങ്ങിയില്ലെങ്കിൽ പോലും അതിനു മുൻപേ ഭാരതം ഒരു വിജയത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് എന്തായാലും കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ഈ ഒരു ഏഷ്യ കപ്പിലേക്ക് വന്നാൽ ആദ്യ മത്സരത്തിൽ UAE പരാജയപ്പെടുത്തിയ ഭാരതത്തിനാവട്ടെ 2ാം മത്സരത്തിൽ പാകിസ്ഥാനെയും തുടർച്ചയായ 2 വിജയങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു. ഇനിയുള്ള ഒരു മത്സരം കൂടി ഇതിൽ വരുന്ന ഗ്രൂപ്പ് ഘട്ടത്തിൽ വരുന്ന ഒരു മത്സരം കൂടിയുണ്ട്. അതിൽ ഭാരതത്തിന് എതിരാളികളായി വരുന്നത് ഒമാനാണ്. ഒമാനെയും
താരതമ്യേന ചെറിയ ടീമായ ഒമാനെയും തകർത്താൽ വലിയ ഒരു ഗ്രൂപ്പ് ഘട്ടത്തിൽ ചാമ്പ്യന്മാരായിക്കൊണ്ട് വലിയൊരു പോയിന്റോടുകൂടി ഒന്നാം സ്ഥാനത്തെത്തിക്കൊണ്ട് അവസാന 4ലേക്ക് ഭാരതത്തിന് എന്തായാലും കടക്കാൻ സാധിക്കും. പാകിസ്ഥാൻ ആവട്ടെ ഇന്ന് ഭാരതത്തോട് പരാജയപ്പെട്ടു. ഇനി അവശേഷിക്കുന്ന മത്സരത്തിലും മികച്ച രീതിയിൽ കളിച്ച് മികച്ച റൺ റേറ്റോടുകൂടി മാത്രം വിജയം സ്വന്തമാക്കിയാൽ മാത്രമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് അവസാന 4ലേക്ക് എത്താൻ സാധിക്കുക. സൂപ്പർ 4 റൗണ്ട് ഉണ്ട്. ഇനി വരാനിരിക്കുന്ന സൂപ്പർ 4 റൗണ്ടാണ്. അതിൽ ഇരു ടീമുകളിൽ നിന്നുള്ള 4 ടീമുകൾ സൂപ്പർ 4 റൗണ്ടിലേക്ക് എത്തും. അവിടെ നിന്നാണ് പിന്നീട് ഫൈനലിലേക്ക് പോകുന്നത്. സൂപ്പർ 4 റൗണ്ടിൽ എല്ലാ ടീമുകളും നേർക്കുനേർ പോരാട്ടം ഉണ്ടാവും. അവിടെ നിന്നാണ് ഫൈനലിലേക്ക് പോകുന്നത്. എന്തായാലും ഭാരതത്തെ സംബന്ധിച്ച് ആദ്യ മത്സരത്തിൽ UAE പരാജയപ്പെട്ടെങ്കിൽ പാകിസ്ഥാനെ കൃത്യമായ രീതിയിൽ തന്നെ, അതായത് വലിയ ഒരു മാർജിനിൽ തന്നെ പരാജയപ്പെടുത്തിയ ഒരു ഗംഭീര വിജയം തന്നെ എന്തായാലും രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഭാരതം കാഴ്ചവെച്ചിരിക്കുകയാണ്. വിഷ്ണു, അത് തന്നെയാണ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഭാരതത്തിന് തകർപ്പൻ ജയം. 7 വിക്കറ്റിനാണ് ജയം സ്വന്തമാക്കിയത്. നിഖിൽ കുമാറാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.